അങ്ങനെ 5-6 ദിവസത്തെ ഒരു നീണ്ട ലീവിന് ശേഷം നമ്മൾ വീണ്ടും പാറശാലയ്ക്ക് പോവുകയാണ്. അപ്പം കൊട്ടാരക്കര എത്തി. കൊട്ടാരക്കര റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കുറച്ച് സാധനമൊക്കെ വാങ്ങിച്ചിട്ട് അവൾ പെട്ടെന്ന് ഇറങ്ങുവാണ് ഗൈസ്. പക്ഷേ എനിക്ക് തോന്നുന്നത് ആപ്പിനകത്ത് കാണിച്ചിരിക്കുന്നത് 5:45. 5:45 ട്രെയിൻ വരത്തില്ല. 5:10 ആയതേ ഉള്ളൂ തോന്നുന്നു. ഈ സാധനമൊക്കെ എടുത്ത് ബാഗിൽ വെച്ചിട്ട് വേണം ഇവിടെ എവിടെയെങ്കിലും ഒന്ന് ഇരിക്കാൻ. രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിലാണ് നമുക്ക് വേണ്ടിയുള്ള അനൗൺസ്മെൻ്റാണ് പോകുന്നത് കേൾക്കുന്നത്. അത് തന്നെയാണ്. നേരെ ഇവിടുന്ന് എവിടെയെങ്കിലും ഒരു സ്ഥലം കണ്ടുപിടിച്ചിട്ട് അവിടെ എവിടെയെങ്കിലും ഇരിക്കണം. അതിന് മുമ്പ് ഈ ഒരു സാധനം ഇവിടെ കയ്യിരിക്കുന്ന സാധനം ബാഗിനകത്തേക്ക് എടുത്ത് വെക്കണം. അതുകൊണ്ട് നമ്മൾ ബാഗൊക്കെ വെച്ച് ഇരിക്കുന്ന ട്രെയിൻ നോക്കിയിരിക്കുന്നത്. ട്രെയിൻ ഇപ്പോൾ ആവണീശ്വരം എത്തിയിട്ടേ ഉള്ളൂ. ഇവിടെ വരുമ്പോഴത്തേനും എങ്ങനെയായാലും ഒരു 45 ആപ്പിനകത്ത് കാണിക്കുന്നത്. ചിലപ്പോൾ ഡിലേ വരാൻ ചാൻസ് ഉണ്ട്. എന്തെന്ന് പറഞ്ഞാൽ മൈക്ക് എടുക്കാത്തതുകൊണ്ട് തന്നെ, മൈക്കില്ലാത്തതുകൊണ്ട് തന്നെ അടുത്ത് വെച്ച് സംസാരിച്ചാൽ മാത്രമേ ഒരു സൗണ്ട് അതിൽ കിട്ടത്തുള്ളൂ. ഇല്ലെങ്കിൽ എഡിറ്റ് ചെയ്യുമ്പോൾ സൗണ്ട് കൂട്ടി വീണ്ടും എക്സ്പോർട്ട് ചെയ്തിട്ട് വീണ്ടും സൗണ്ട് കൂട്ടാതെ ഇതിൽ വരും. അത് ഭയങ്കര ബോറുള്ള പരിപാടിയാണ്. എനിക്ക് പ്രോപ്പർലി എഡിറ്റ് ചെയ്യാത്തതാണ് വിഷയം. എക്സ്പോർട്ട് ചെയ്യുക, നമ്മൾ റോ ഫയലാണ് നമ്മുടെ വീഡിയോക്കകത്ത് എല്ലാത്തിനകത്ത് ഉപയോഗിക്കുന്നത്. എടുക്കുക, ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് വെക്കുക, എന്നിട്ട് എക്സ്പോർട്ട് ചെയ്യുക, എന്നിട്ട് ഒരു സമയത്ത് നമ്മൾ അപ്ലോഡ് ചെയ്യുവാണ്. അത് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ ഞാൻ ഓരോരോ ഭാഗങ്ങൾ ഷോർട്സാക്കി ഇടുന്നുണ്ട്. എന്നാലേ നമ്മളെ ചാനലിനകത്ത് ഇപ്പം വ്യൂസ് കയറുന്നുള്ളൂ. അപ്പം ഇപ്പോൾ ഒന്നുപോലെ ശരിയായിക്കോളും. എന്തായാലും കാണുന്നവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്യുക. ഇവിടെ ഇങ്ങനെ ട്രെയിൻ നോക്കിയിരിക്കുവാണ് ഗൈസ്. പ്ലാറ്റ്ഫോം 2 ആണ്. നമുക്ക് ട്രെയിൻ ടിക്കറ്റ് വന്നപ്പോൾ എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ പ്ലാറ്റ്ഫോം 2 ആണെന്നാണ് പറഞ്ഞേക്കുന്നത്. ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുവാണ് ഗൈസ്. നമ്മുടെ ട്രെയിൻ അവിടെ നിന്ന് വരുവാണ് ഗൈസ്. ഇതിനകത്ത് കയറണം. ഇതിനകത്ത് ഒരു 3-3.5 മണിക്കൂർ ഒറ്റ സ്ട്രെച്ച് ഇരിക്കണം ഗൈസ്. നടുവേദന എടുത്ത് പണ്ടാരം അടങ്ങും. അതെന്തായാലും ഉറപ്പായിട്ടുള്ള കാര്യം. എന്നൊക്കെ ട്രെയിനകത്ത് അങ്ങനെ ഇരുന്ന് പോയിട്ടുണ്ടോ, പാറശാല എന്നൊക്കെ പോകുന്നുണ്ടോ അന്ന് മൊത്തം നടുവേദന എടുത്ത് പണ്ടാരം അടങ്ങും. സീറ്റ് കാണുന്നത് പ്രാർത്ഥന ഉള്ളത്. ആകെ ഒരു പ്രാർത്ഥന സീറ്റ് കാണുമ്പോൾ എന്നുള്ളതാണ്. എന്തായാലും കയറി നോക്കാം. ട്രെയിനിൽ ടോക്കണാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ ആവശ്യമുള്ളൂ. ഇവിടെ നിന്ന് അങ്ങ് വരാൻ 6 വരുന്ന ഇപ്പം വ്യത്യാസമുണ്ട്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ മാത്രമായിരുന്നു ആദ്യമേ ഡോൾഫിന് പോവുകയും കിട്ടുന്നത്. ട്രാവൽ ചെയ്തിട്ടുണ്ട്. ആദ്യമായിട്ടാണ് ഞാൻ മാത്രമുള്ളൊരു പോവുക എനിക്ക് കിട്ടുന്നത്. ജസ്റ്റ് കണ്ടാടി കാര്യങ്ങളെല്ലാം ഉണ്ട്. എനിക്ക് അറിഞ്ഞുകൂടാതെ ജനറലാണോ റിസർവേഷൻ ആയിരിക്കാം, ലോക്കൽ തന്നെ ആയിരിക്കാം എന്ന വിഷയമായിരിക്കാം. പുറത്താണെങ്കിൽ നല്ല മഴയെന്ന് വെച്ചാൽ നല്ല മഴയാണ്. ഞങ്ങൾ വരെ ഇത് താക്കേണ്ട വരുമോ, പൊക്കിട്ട് തന്നെ പോകേണ്ട വരുമോ? പൊക്കിയതുകൊണ്ട് വെട്ടമില്ല. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രെയിനാണ്. നമുക്ക് ഈ വിൻഡോ സീറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രധാനമായിട്ടൊരു സീറ്റാണ്. ബസ്സിനകത്താണെങ്കിൽ ബസ്സിൻ്റെ വിൻഡോ സീറ്റ്, ഇതിനകത്താണെങ്കിൽ ഇതിൻ്റെ വിൻഡോ സീറ്റ് മെയിനാണ്. ഞാൻ മിക്കവാറും ഇവിടെ കയറുമ്പോൾ ഇവിടെ ആരും കാണത്തില്ല. ഒന്നും കാര്യമില്ല. പക്ഷേ ഈ ഒരു സീറ്റ് പക്ഷേ നല്ല അടിപൊളി. മഴയാണ് നമുക്ക് ഒട്ടും ഇഷ്ടമല്ലാത്തത്. മഴയാണ് ഇഷ്ടമല്ലാത്തത്. ഇങ്ങനെ പോകുന്നുണ്ട്. ഞങ്ങൾ മാത്രമൊക്കെ ഉള്ളത് അവിടെ പോയിട്ട് ആരും കണ്ടില്ല. അങ്ങനെ എഴുതാണെത്തിയിട്ടുണ്ട്. എന്തായാലും ഒരു 3-4 മണിക്കൂർ ഇതിനകത്ത് തന്നെ ഇരിക്കണം. അങ്ങനെ നമ്മൾ എഴുകോണിൽ നിന്ന് നേരെ വണ്ടി എടുത്ത് പോലെ ലഗേജ് എടുത്തു. അപ്പം എന്നിട്ട് ഈ സമയത്ത് നമ്മൾ ഇങ്ങനെ എഴുതാം. ബൈക്കിലാണ് നോക്കിക്കൊണ്ടിരുന്നെങ്കിൽ ഇന്ന് ഇതേ സമയത്ത്
കൊല്ലത്തൂടെ എത്തി വലിഞ്ഞെടുക്കുന്ന വീഡിയോ ആണ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. കുറേ നേരം ഇവിടെ പിടിച്ചിട്ട് എന്തിനാണോ പിടിച്ചിട്ടേന്നൊന്നും അറിഞ്ഞൂടാ. കുറേ നേരം എന്തായാലും പിടിച്ചിട്ടു. ഇവിടെ നിന്നായിരിക്കും മോസ്റ്റ് ആൾക്കാർ ഇതിനകത്ത് കയറാൻ പോകുന്നത്. അവിടെ ഇത്രയും പേര് ഇത്രയും ഭാഗം ഒട്ടും തിരക്കില്ല. ഇനിയായിരിക്കും ഫുള്ള് തിരക്ക് വരുന്നത്. ഫുള്ള് കാറ്റാണ്. ട്രെയിൻ ഉണ്ട്. ഇനി അങ്ങോട്ടാണ് ഫുള്ള് ആൾക്കാരുടെ ബഹളം തുടങ്ങാൻ പോകുന്നത്. നല്ല നല്ല ആൾക്കാരെ കാണാൻ പോകുന്നത് ഇനി ഇങ്ങോട്ടായിരിക്കും. ഇത്രയും നേരം കൊല്ലൂർ തൊട്ട് കൊല്ലം വരെ ആൾക്കാർ ഭയങ്കര കുറവായിരിക്കും. കൊല്ലത്ത് തൊട്ട് അങ്ങോട്ട് ഇനി ഒരു ഞാൻ ഇറങ്ങുന്ന വരെ ഇതിനകത്ത് ഇനി ആൾക്കാരായിരിക്കും. നമ്മളിവിടെ എത്തി. ഇപ്പോൾ ഏതോ ഇവിടെ അമ്പലത്തിൽ എന്തോ പരിപാടിയാണ്. ഈ അമ്പലം ഞങ്ങൾ നേരത്തെ കണ്ടിട്ടുണ്ട്.